നമുക്ക് ദക്ഷയുടെ വെരിക്കോസ് വെയിൻ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഞരമ്പ് തടിച്ചു, അതല്ലെങ്കിൽ ലേസർ ചെയ്തു, എന്നിട്ട് വീണ്ടും വരുന്നു എന്നൊക്കെ രീതിയിലുള്ള ആളുകളായിരുന്നു ആദ്യം വന്നിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു 15 ദിവസമായിട്ട് നമ്മളുടെ ഓയിൽ ഉപയോഗിക്കുന്ന ഒരു വെരിക്കോസ് വെയിൻ ഉള്ളൊരു പേഷ്യൻ്റാണ്. ഇവർ പറയുന്നവർക്ക് നല്ല റിസൾട്ടാണെന്ന്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ചുകൂടി റിസൾട്ട് ആകുമായിരുന്നു. റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം എൻക്വയറി വരുന്നുണ്ട്, കുറയുമോ മാറുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് അവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മളുടെ ഓയിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, മുറിവിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട. കാരണം മുറിവിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുന്നതിന് കാരണം മുറിവ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഫുള്ള് നല്ല കറുത്തിട്ട് ഗജചർമ്മം, അതായത് ആനയുടെ തൊലി പോലെ കറുത്തിട്ട് വളരെ ഹാർഡായിട്ടായിരുന്നു, ഒട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളുടെ ഓയിൽ ഉപയോഗിച്ച് ഒരു 15 ദിവസം കൊണ്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഫ്രീ ആയി, ബ്ലഡ് സർക്കുലേഷനായി, മുറിവിന് ചെറിയ വേദനയുണ്ട്, മുറിവൊക്കെ വളരെ വൃത്തിയായി. ഈ മുറിവ് ആദ്യം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് വളരെ പഴക്കം ചെന്ന മുറിവാണ്, ഒരു 10 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ആ അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് ഇവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ അടുത്ത് തന്നെയാണുള്ളത്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ ഓയിൽ വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മുറിവിൽ ഓയിലാക്കണ്ട, ബാക്കിയുള്ള ഏരിയയിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. തന്നെയുമല്ല ഗ്ലൗസോ കാര്യങ്ങളോ എന്തെങ്കിലും കയ്യിൽ ഉപയോഗിക്കുക. ചെയ്തു കൊടുക്കുന്ന ആളുടെ കൈ വളരെ വൃത്തിയുള്ള കൈയായിരിക്കണം. ഓയിൽ എടുക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, ടവലുകളായിക്കോട്ടെ വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാം. യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻ വരരുത്. ലൈറ്റ് പ്രഷറിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മുറിവിൻ്റെ ചുറ്റുമായിട്ട് സാവകാശം എണ്ണയിടുക, സാവകാശത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു 1/2-3/4 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി മുക്കുക, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം മുറിവ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ രീതിയിൽ സൂക്ഷിക്കുക. കാലുകൾക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇവർക്കൊരു 10 ദിവസത്തിന് ശേഷം വരുന്ന റിസൾട്ട് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.